CPIയുടെയും RJDയുടെയും എതിർപ്പ് മറികടന്ന് ബ്രൂവറിയുമായി മുന്നോട്ടു പോകാൻ LDF തീരുമാനം. മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ബ്രൂവറിയിൽ ചർച്ച നടന്നെന്നും ആരും എതിർപ്പുന്നയിച്ചില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കിഫ്ബി ടോളിലെ തീരുമാനം കൂടുതൽ ചർച്ചകൾക്ക് ശേഷമെന്നും LDF കൺവീനർ പറഞ്ഞു. പ്രതികരണം കേൾക്കാം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോകുക. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭിന്നതയില്ല. കിഫ്ബിയുടെ സംരക്ഷണത്തിന് ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണത്. പക്ഷെ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുത്ത് ഇന്നതുപോലെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് ഭൂമി തരമാറ്റല് അതിന്റെ മറ്റ് അനുബന്ധ നടപടികളൊന്നും ഞങ്ങളെ പരിഗണനയിൽ വരുന്നതിൽ അത് ഭരണപരമായ നടപടിയാണ്. അത് ഗവൺമെന്റാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് ഈവനിങ്. CPIയുടെയും RJDയുടെയും നിലപാടിനെ തള്ളിയാണ്, വിയോജിപ്പുകൾ മറികടന്നാണ് LDF ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഇടതുമുന്നണി യോഗത്തിൽ CPM വിശദീകരിച്ചത്? CPM ഈ എതിർപ്പുകളെ മറികടന്നത് എങ്ങനെയാണ്? അരുൺ, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആതിഥേയരായിരുന്ന CPI അവരുടെ ഓഫീസിൽ നടന്ന LDF യോഗത്തിൽ CPMനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു എന്ന് തന്നെ പറയാം. കാരണം ബ്രൂവറിയിൽ സർക്കാർ പറയുന്നത്, എക്സൈസ് വകുപ്പ് പറയുന്നത്, CPMന് വേണ്ടി ചില നേതാക്കൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ പദ്ധതി ആ പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയെ ബാധിക്കും, അതുകൊണ്ട് മുന്നോട്ട് പോകരുതെന്ന് കൃത്യമായി CPIക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ യോഗത്തിൽ പറഞ്ഞു. അതിനുശേഷം സംസാരിച്ച RJDയുടെ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, കുടിവെള്ള ലഭ്യതയെ അത് ബാധിക്കും, സംസ്ഥാനത്ത് മൊത്തം ഇടതിന്റെ സാധ്യതകളെ അത് ബാധിക്കും, അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു, ഇനി പിന്നോട്ടില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു. അതോടെ മറ്റു നേതാക്കളൊന്നും ഇക്കാര്യത്തിൽ സംസാരിച്ചില്ല. 11 പാർട്ടികളുള്ള LDFൽ 9 പാർട്ടികളും പദ്ധതിയെ അനുകൂലിക്കുകയാണ് ചെയ്തത്. 2 പാർട്ടികൾ മാത്രമാണ് എതിർത്തത്. ഒപ്പം സ്വകാര്യ ബില്ല് വന്നപ്പോൾ സംവരണ തത്വം പാലിച്ച് മാത്രമേ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കാവൂ എന്ന് CPI ആവശ്യപ്പെട്ടു. ഒപ്പം നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് ബില്ല് കൊണ്ടുപോകണം എന്നൊരു ആവശ്യവും ഉന്നയിച്ചു. അതിന് പ്രത്യേകമായ മറുപടിയൊന്നും LDF നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ CPM നേതൃത്വത്തിൽ നിന്നോ ഉണ്ടായില്ല. കിഫ്ബി വഴിയുള്ള റോഡിന് ടോൾ പിരിക്കേണ്ട കാര്യം വരും, അത് ഭാവിയിൽ അങ്ങനെ പിരിക്കേണ്ടി വരും, പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും വേണ്ട എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും LDFനകത്തില്ല, ബ്രൂവറി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഒരു പാർട്ടിയുടെ